10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി എന്ത് പഠിക്കണമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കരിയർ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. ഒന്നുകിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസ്, ടീച്ചിങ്, ജേർണലിസം ഇങ്ങനെയൊക്കെ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്ന കരിയർ ഓപ്ഷൻസ്. പക്ഷേ ഇപ്പോഴ് സിസ്റ്റം മൊത്തം മാറുകയാണ്. നമ്മളൊരു ടെക്നോളജി വേൾഡിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കുട്ടികൾ തന്നെയാണ് അവരുടെ കരിയർ ഡിസൈൻ ചെയ്യുന്നത്. ദേ ആർ വെരി മച്ച് അവെയർ അബൌട്ട് ദെയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ജോബ് പൊസിഷൻസ് ഓൾസോ. നമുക്കറിയാം, ഇന്ന് നൂതനമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. AI ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഡാറ്റ സയൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധേഡ് ആണ് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇത്രയും കഴിവുള്ള നമ്മളുടെ മക്കളെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധവും ഗൈഡ് ലൈൻസും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം +1 പ്രവേശനം നേടുമ്പോൾ ഏത് സ്ട്രീമാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? +1 പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 സ്ട്രീമുകളാണ് നമുക്ക് വരുന്നത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇതിൽ ഏത് സ്ട്രീമാണ് കുട്ടി എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബോധം ആ കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 11ഓളം സബ്ജക്റ്റുകളാണ് അവൻ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അവന് ഈസി എന്നതും ഏതൊക്കെ ടഫാണ് എന്നുള്ളതും ഈ പരീക്ഷ എഴുതിയതോടുകൂടി തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം. +1 ഇപ്പം സയൻസ് സ്ട്രീമിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ പ്രധാനമായിട്ടും വരുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. ഇപ്പം ബയോളജി സയൻസിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ 4th കോമ്പിനേഷനായിട്ട് വരുന്നത് ബയോളജിയാണ്. അപ്പോൾ ഈ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ SSLC പരീക്ഷയിൽ ഈ കോഴ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട്, ഈ സബ്ജക്റ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ +1 വരുമ്പോൾ ബയോളജി സയൻസ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം കുറച്ചും കൂടി സിമ്പിൾ എന്ന് തോന്നുന്നത് മറ്റ് വിഷയങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്കോ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും ഒരു +1 അഡ്മിഷനിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്നതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത്. ആ കോഴ്സ് അവൻ എത്രത്തോളം ആപ്റ്റ് ആണ് എന്നുള്ളത്, അവൻ്റെ അഭിരുചിക്കും താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ടാണോ ഈ കോഴ്സ്, ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ബോധം ആ കുട്ടിക്ക് ആദ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്ട്രീമിൽ വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് സബ്ജക്റ്റ് എടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, സയൻസ് സ്ട്രീമിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വരുന്ന 4 സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജി. ഈ ബയോളജി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും മെഡിസിനിലേക്ക് പോകുന്ന കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് എഞ്ചിനീയറിംഗ് പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് കുറച്ചും കൂടി നന്നാവുന്നത് ഈ ബയോളജി സയൻസ് കോമ്പിനേഷൻ ഒഴിവാക്കിയിട്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും, സബ്ജക്റ്റ് കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് കൊമേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവേ നമ്മളുടെ ഇടയിൽ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് വാങ്ങിച്ച അല്ലെങ്കിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് നമുക്ക് സയൻസിലേക്ക് പോകാമെന്നും, അല്ലെങ്കിൽ പൊതുസമൂഹം കരുതുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സയൻസാണ് നല്ലതെന്നും, അതിനേക്കാൾ ഗ്രേഡ് കുറച്ച് കുറഞ്ഞവർക്ക് കൊമേഴ്സിലേക്കും പിന്നീട് ഗ്രേഡ് അതിനേക്കാൾ താഴെയുള്ളവർക്ക് ഹ്യൂമാനിറ്റീസിലേക്കും എന്നാണ്. പക്ഷേ ഇതൊരു തെറ്റായ ധാരണയാണ്. ദാറ്റ് ഈസ് എ റോങ് കോൺസെപ്റ്റ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാൻ പറ്റുന്ന വിഷയം ഏതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊമേഴ്സിൽ വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും വരുന്നത് അക്കൗണ്ടൻസി, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ളതാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊരു പക്ഷേ അവർ 10th നിന്ന് പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നന്നാവുന്നത് ഈ +2 കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുമായിട്ട് ഒന്നൊരു ഇൻട്രാക്ഷൻ നടത്തുക, അവരുമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കുട്ടി ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ആ വിഷയത്തെ കണ്ടത് എന്നുള്ളതായിരിക്കും ആ കുട്ടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ
പോലും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ആ കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചിന്തിക്കേണ്ടത് +2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, +2 കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ 10th റിസൾട്ട് കഴിഞ്ഞ് +1 ചേരുന്നതിന് മുന്നേ തന്നെ കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് തേർഡ് വരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് വരുന്നത് ഹിസ്റ്ററി, അതേപോലെ തന്നെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, അങ്ങനെയുള്ളതാണ് പൊതുവെ ഹ്യൂമാനിറ്റീസിൽ കണ്ടുവരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോമ്പിനേഷൻസ് പഠിക്കാനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കുക. അതിനുശേഷം +2 ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും, തുടർ പഠനം ഏതൊക്കെ കോഴ്സിലേക്ക് സാധ്യമാണ് എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പല കുട്ടികളും ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ സുഹൃത്ത് സയൻസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനും സയൻസ് എടുത്ത് പഠിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരാറ്. പക്ഷെ എന്താ സംഭവിക്കുക അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് പോലെയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇച്ചിരി ടഫായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ അവർ എന്ത് ചെയ്യുന്നു, പല സബ്ജക്റ്റുകളിലും ഫെയിലാവുന്നു. എക്സാം +2 ശേഷം 1-2 തവണ എക്സാമുകൾ എഴുതി അവർ പാസ്സാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല, പാസ്സാകുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യുന്നു, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തുടക്കം മുതലേ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലേ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മുന്നെയൊക്കെ കണ്ടുവന്നത് പാരൻസിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നീ സയൻസ് എടുക്കണം, നീ കൊമേഴ്സ് എടുക്കണം എന്നൊക്കെ പാരൻസിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, പാരൻസും ഭയങ്കര കോപ്പറേറ്റീവാണ്. കുട്ടികളുടെ കഴിവും അവരുടെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചിട്ട് തന്നെയാണ് അവർ കോഴ്സ് എടുക്കുന്നത്. പാരൻസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾ സയൻസിലേക്ക് മാത്രം പോകുന്നു. കാരണം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് അവർ കരുതുകയും ചെയ്യുന്നു. മുന്നെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പാരൻസിനോട് ചോദിക്കും, മകൻ ഏത് കോഴ്സാണ് എടുത്തത് അല്ലെങ്കിൽ ഏത് സ്ട്രീമാണ് എടുത്തതെന്ന് ചോദിക്കുമ്പം അവർ വളരെ അഭിമാനത്തോടു കൂടി പറയും സയൻസിലാണ് എന്നുള്ളത്. ഇനി നേരെ മറിച്ച് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് എങ്കിൽ ചിലപ്പം ആ ചോദിക്കുന്ന ആൾ ചോദിക്കും, SSLC പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഒരു ഫാമിലിയിലടക്ക് നടക്കുന്ന ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പല പാരൻസും സയൻസ് എടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് പഴയ കഥയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾ കൂടുതലും അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, രക്ഷിതാക്കൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള രക്ഷിതാക്കളുണ്ട്, അവർ കുട്ടികളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു +1 ഏത് സ്ട്രീം എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ തീർച്ചയായിട്ടും വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന പാരൻസ് കുട്ടികളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ +1 അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. പ്രധാനമായിട്ടും ഏത് സ്ട്രീമാണ് അവർ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവണം. നേരെ മറിച്ച് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളാണ് എന്ന് കരുതി അവിടെ ജോയിൻ ചെയ്യാമെന്ന് പല കുട്ടികളും ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 10th വരെ പഠിച്ച സ്കൂളിൽ തന്നെ +1 ഉണ്ട്, അവിടെ പഠിക്കാമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്ന, എന്നാൽ ജോലി സാധ്യതയുള്ള, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ജോലി സാധ്യതയുള്ള സ്ട്രീം ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു സ്റ്റഡി നിങ്ങൾ നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സ്ട്രീം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ +1 പഠനം വളരെ ഭംഗിയായിട്ട് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി തുടർ പഠനത്തിന് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്.